ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചൊരു ബർത്ത്ഡേ ഗ്ലോ അപ്പ് ചെയ്യാമെന്ന് വിക്കൊക്കെ വെച്ചിട്ടുള്ള മണാലിട്ടാണ് കാണിച്ചു തരാൻ വേണ്ടി പോണത്. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. വേറൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് തമ്പുരാൻ അറിയാം. ആദ്യം ഞാൻ ഉറക്കം എണീറ്റ് ഇത് ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് വന്നിരിക്കുന്നതാണ്. ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്യാൻ പോകണം. വേറെ ഒന്നുമല്ല ഗൈസ്, ഞാൻ കുളിക്കാൻ പോകണം. ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് 2 ദിവസമായി. അപ്പോൾ ഇന്ന് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഇപ്പം നിങ്ങൾ ചോദിക്കും ഒരുപാട് പേര് കമൻറ്റ് വരുന്ന എക്സ്റ്റൻഷൻ വെച്ചിട്ട് എങ്ങനെ കെയർ ചെയ്യണം, ആഫ്റ്റർ കെയർ വീഡിയോ ഇടാം, അതൊക്കെ പ്രത്യേകിച്ച് ഒരു വീഡിയോയിൽ ചെയ്യാം. ഇതിപ്പം ഞാൻ ചെയ്യുന്നത് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഇതാണ് നമ്മളെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ജൂൺ 14 ചെയ്തതാണ് ഹെയർ എക്സ്റ്റൻഷൻ. ഇത്രയും ദിവസമായി. സോ ഞാൻ MKയുടെ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. ഇത് ഞാൻ ബോട്ടോക്സ് ചെയ്തപ്പോഴത്തേക്കും അവിടെ നിന്ന് റോഷനി ഏജ് തന്നതാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഹെയറിന്. സോ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുകയാണ്. ആൻഡ് ഓൾസോ ഞാൻ വീക്കിലി വൺസ് താരൻ പോലുള്ള ഷാമ്പു യൂസ് ചെയ്യും. താരൻ ഇല്ല, എന്നാലും വീക്കിലി വൺസ് ഞാൻ യൂസ് ചെയ്യും. അത് എക്സ്റ്റൻഷന് മുമ്പേ ഞാനത് യൂസ് ചെയ്യുന്ന സംഭവമാണ്. എനിക്ക് താരൻ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ നെറ്റിയിലൊക്കെ കുരു വരും. നെറ്റിയിലൊക്കെ മറ്റേ മണ്ണ് വാരിയിട്ട് കണക്ക് നെറ്റിയിലൊക്കെ ഇങ്ങനെ കുരാ വരും. അപ്പോൾ അതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിക്കോഷനാണ് ഗൈസ്. അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഇത് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് ഹെയറിൽ മാസ്കും അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ഹെയർ മാസ്ക് ഇടും. ഇതിൻ്റെ തന്നെ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം 1-2 ദിവസം ഞാൻ ഷാമ്പു യൂസ് ചെയ്യണം വെച്ചാൽ അത്രയ്ക്ക് വിയർക്കെ പുറത്തൊക്കെ പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഞാൻ യൂസ് ചെയ്യണത് മാസ്ക് ഞാൻ യൂസ് ചെയ്തെടുക്കേണ്ട ആഴ്ചയിൽ ഒരു ദിവസം. സോ ഷാമ്പൂ ഒക്കെ കഴിഞ്ഞു, കുളിച്ചൊക്കെ കയറിയതിന് ശേഷം ചുണ്ടിൽ ലിപ് ബാം അപ്ലൈ ചെയ്തിടണം. ഇത്രയും വൃത്തിയായിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്തിടണം ആരെങ്കിലും അറിയാമോ? ഞാനാണ് ഗൈസ്. അതിനുശേഷം ഫേസ് വാഷൊക്കെ ചെയ്ത് ടോണർ യൂസ് ചെയ്ത് ടോണർ അടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഫേസിൽ ഇത് വെച്ച് കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ ഫാൻ വെച്ചിട്ട് പെട്ടെന്ന് ഉണങ്ങാൻ. കാരണം പുറത്ത് ഭയങ്കര മഴയാണ്. അപ്പോൾ ഉണങ്ങാൻ ഭയങ്കര ഇതാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈസ് ഉണങ്ങാനൊക്കെ വേണ്ടിയിട്ട്. സോ അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത്രയും ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ, കാരണം ഒരു ചെറിയ ഷൂട്ടുണ്ട്. അപ്പോൾ ചെന്നിട്ട് മുഖമൊക്കെ കഴുകും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടുള്ള സംഭവം ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഫേസ് വാഷ് ചെയ്തു, ടോണർ അടിച്ചു, അതിന് ശേഷം മോയ്സ്ചറൈസർ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഈ പ്രോഡക്റ്റിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ, എൻ്റെ ആക്ച്വൽ സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്ക് കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. കമൻറ്റിൻ്റെ ലൈക്കിനനുസരിച്ച് നമുക്ക് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാം. സോ അതിന് ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്തു, എന്നിട്ട് ഈ മോയ്സ്ചറൈസർ ഇട്ട് എന്നിട്ട് ഫാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തോന്നുന്നു ഒരു 10 സെക്കൻഡൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ 2 ഫിംഗർ റൂളാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ പെട്ടെന്നുള്ള ധൃതിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ചെന്ന ഉടനെ ഞാൻ വാഷ് ചെയ്തിട്ട് അഗെയിൻ സ്കിൻ കെയർ ചെയ്തിട്ട് പിന്നെ എനിക്ക് ഷൂട്ടിനുള്ള മേക്കപ്പ് ചെയ്യാനുള്ളതാണ്, ഒരു ഫോട്ടോഷൂട്ടുണ്ട്. സോ അപ്പം അങ്ങനെയൊക്കെ ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്തുകൊണ്ട് ഐബ്രോസ് എനിക്ക് അറിഞ്ഞില്ല, കാരണം എനിക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരുങ്ങാൻ തോന്നി. ഇങ്ങനെ ഐബ്രോസൊക്കെ ഫില്ല് ചെയ്ത് സിമ്പിളായിട്ട് ഒരുങ്ങി കാണിക്കണമെന്ന് തോന്നി. അതിൻ്റെ മണാൾട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഐബ്രോ ബ്രഷിൻ്റെ മറ്റൊരു കവർ അവിടെ ഇളവായിരുന്നു, അതെടുത്ത് കളഞ്ഞാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംഭവം ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അനസ്തേഷ്യയുടെ ജെൽ ഐബ്രോസ്, കാരണം എൻ്റെ വേറെ ഒന്നുമില്ല. അനസ്തേഷ്യയുടെ ഇതും പൗഡറും മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ വിചാരിച്ചു ഇത് തീർന്നിട്ട് അത് വാങ്ങാൻ. എനിക്കൊരു സാധനം വാങ്ങിച്ചാൽ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ട് വേണം അടുത്ത വാങ്ങാൻ. ലിപ്സ്റ്റിക്ക് വെച്ച് ബാക്കിയെല്ലാം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. സോ മസ്കാര ആയാലും എന്തായാലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് സാധനത്തിലോട്ട് ചാടുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. അതിനുശേഷം നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എസെൻസിൻ്റെ മസ്കാരയാണ്. എസെൻസിൻ്റെ നമ്മുടെ നൈക്കയിലൊന്നും അവൈലബിൾ ആയി. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജുണ്ട്. എസെൻസൊക്കെ പണ്ട് വേറെ സാധനമാണ്, പക്ഷേ എസെൻസിനെക്കാളും നമ്മുടെ മെയ്ബെലീനും ലോറിയലൊക്കെ തന്നെയാണ് നല്ലത്. അപ്പം ഞാൻ എസെൻസ് ആർക്ക് സജസ്റ്റ് ചെയ്യലാണ്. ഭയങ്കര വൈറലായിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ് ഈ സാധനം. പക്ഷെ എനിക്ക് ലോറിയലും മെയ്ബെലീനുമാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത്. അത്ര പോരാ ഗൈസ്. സോ ഞാൻ അങ്ങനെ നല്ലപോലെ മസ്കാരയൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്തുകൊണ്ടെന്നറിയില്ല, കണ്ണ് പുരുകമൊക്കെ വരയ്ക്കുമ്പം ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ വളർന്ന് വെച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ ഓരോരോ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ നമ്പുന്നു. ഗേൾസ് തിങ്സ്. ഓക്കെ, അപ്പം ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഗൈസ്, ബർത്ത്ഡേ വ്ളോഗ് ഉടനെ വരും. അപ്പം നിങ്ങൾക്ക് കാണാൻ ബർത്ത്ഡേ ആയിട്ട് എന്തൊക്കെ മൊണാൾട്ടാണ് കാട്ടിക്കൂട്ടിയെന്നുള്ളത്. അതിനുശേഷം ഞാൻ ലിപ് ലൈനർ അപ്ലൈ ചെയ്തു. കാരണം ഞാൻ ഫേസിൽ ഫൗണ്ടേഷൻ ഇടുന്നില്ല, വേറെ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നല്ല ഡാർക്ക് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് കൈലി ജെന്നറിൻ്റെ ലിപ്സ്റ്റിക്കാണ്, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ലിപ് ലൈനറും ചെയ്തിട്ട് ഒരു ലിപ്സ്റ്റിക്ക് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ തന്നെ ബെറ്റർ മീ
ടു പൗട്ടോ അങ്ങനെ എന്തോ ഷെയ്ഡാണ്, എനിക്ക് ഓർമ്മയില്ല. അതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം തന്നെ ഫേസ് ഒരു ബ്രൈറ്റ്നെസ് വരാണ്. ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഫേസിനൊരു ബ്രൈറ്റ്നെസ് വരും. അത് കാണാനൊരു ഭംഗിയാണ് എന്ന് ഞാൻ നമ്പുന്നു. ഓക്കെ, അപ്പം എനിക്ക് ഓക്കെ ഞാൻ അതായത് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിനൊരു ഭയങ്കര ഡിഫറൻസ് വരും. കണ്ടാ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയണൊക്കെ ഇരിക്കും. സോ അതിന് ശേഷം എൻ്റെ കരിങ്കൂന്തൽ അത് കഴുകി കൊടുക്കുകയാണ് ഗൈസ്. കാരണം കരിങ്കൂന്തൽ വെച്ച് ഇത് ചെയ്ത് കൊടുക്കുകയാണ്, ഡ്രൈ ചെയ്യാണ്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ലൈക്ക് പാടാണ്. എനിക്ക് ഈറ്റിൽ ഇപ്പോൾ 14 ചെയ്തിപ്പോൾ എന്താ ഒരു 10 ദിവസമായി. എനിക്ക് ഇതുവരെ എനിക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് ഇതുവരെ. അങ്ങനെ ഫീലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഞാനൊരു 6 മാസം കഴിഞ്ഞായിരിക്കും എനിക്ക് ഇനി അടുത്ത ബോട്ടോക്സ് ചെയ്യുന്നത്. അപ്പം ഞാൻ റിമൂവ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഞാൻ പറയാം എനിക്ക് ബോട്ടോക്സ് ചെയ്യണം. കാരണം ഇപ്പം ചെയ്ത് ഞാൻ 6 മാസം കൂടുമ്പോൾ ബോട്ടോക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ അറിയാൻ വേണ്ടി പറ്റുന്നത്. ഇതാണ് ലാസ്റ്റ് ലുക്ക്. ഞാനൊരു പൊട്ടൊക്കെ വെച്ച് കൊടുത്ത് സിമ്പിളുള്ളൂ. ഹെയർ ഇത്രയേ ഉള്ളൂ. ചില ഹെയറിൽ വേറെ ഒന്നും ചെയ്ത് കൊടുത്തില്ല. ഡ്രൈ ചെയ്തിട്ട് നേരെ പോവാണ് ഷൂട്ടിന്. ഇനി ഷൂട്ടിന് പോയിട്ട് വന്നിട്ട് കുറച്ച് പരിപാടിയുണ്ട്, അത് കാണിച്ചാൽ. ഷൂട്ടിന് പോയിട്ട് വന്നതിന് ശേഷം ഫേസിൽ മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസിലെ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ ഫേസ് മാസ്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം സ്കിന്നൊന്ന് റിജുവനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ റോസ് ക്ലേ മാസ്കാണ്. റോസ് ക്ലേ മാസ്ക് ഞാൻ കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ചിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാല് ചേർക്കാം, തൈര് ചേർക്കാം, കഞ്ഞിവെള്ളം ചേർക്കാം. നിങ്ങൾക്ക് കട്ട ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൻ്റെ പകുതി, അതായത് ഇച്ചിരി 1-2 ഡ്രോപ്സ് നാരങ്ങ നീര് അപ്ലൈ ചെയ്ത് കൊടുക്കാം, റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം, പപ്പായയുടെ ജെൽ അപ്ലൈ ചെയ്യാം, ഓറഞ്ചിൻ്റെ നീര് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്തോടെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനത് സൂം ചെയ്ത് കാണിച്ചു തരാം. എന്തോടെ കാണിക്കുന്നുണ്ട് തമ്പുരാൻ അറിയാം. ഞാൻ ലൈറ്റ് കുറച്ചാണ്, കാരണം ഭയങ്കര പ്ലച്ചനായിരുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ എന്താ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നെ കാണാൻ പറ്റാത്ത രീതിക്ക് ഇരുന്ന്. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ലൈറ്റായിട്ട് തിൻ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. സോ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ മഞ്ഞളിടാത്തതെന്ന് വെച്ചാൽ മഞ്ഞളാണ് സ്ഥിരം ഇടാറ്. നാളെ എനിക്കൊരു പരിപാടിയുണ്ട്. ഫേസിൽ മഞ്ഞ കൂടിപ്പോയാൽ പിന്നെ മുഖം മഞ്ഞിച്ചിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ മഞ്ഞൾ അപ്ലൈ ചെയ്തില്ല ഗൈസ്. അതുകൊണ്ട് റോസ് ക്ലേ മാസ്കാണ് യൂസ് ചെയ്തത്. എന്നിട്ട് പൊളന്ന കോട്ട് വാ. ഓക്കെ, ഇത് അപ്ലൈ ചെയ്തു. അത് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക്, ഒരു 15 to 20 മിനിറ്റ്സൊക്കെ വയ്ക്കുമ്പോഴത്തേക്കുള്ള ആക്ച്വലി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളെ ഈ മൂക്ക്, നമ്മുടെ ഓയിൽ എക്സസ് ആയിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യണതിൻ്റെ അവിടെയൊക്കെ ഇതൊരുമാതിരി മറ്റേ പാമ്പും പടങ്ങളൊക്കെ ഒരുമാതിരി ഓട്ട വീണിരിക്കും. അതിങ്ങനെ അറിയാൻ പറ്റും. റോസ് ക്ലേ മാസ്കിൻ്റെ പ്രത്യേകത അതാണ്. അങ്ങനെ അറിയാൻ പറ്റും. നമ്മൾ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ വലിച്ചെടുക്കാൻ കഴിച്ച് ഇതൊക്കെ മണായിട്ട് കാണിക്കുന്നുണ്ട്, ഹെയറൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതേ കണക്കിരിക്കും. മൂക്കൊക്കെ കണ്ട മൂക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ടെക്സ്ചർ സംഭവം വരും. അത് ഓയിലിൻ്റെ സംഭവമാണ്. സോ പോഴ്സ് ഉള്ളവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ നന്നായിട്ട് ഇത് ചെന്നിട്ട് ഇനി ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഞാൻ ഇതാക്കുക ടിഷ്യൂ പേപ്പർ വെച്ചാണ് തുടങ്ങണം. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം മഴ ആയതുകൊണ്ട് ടവലൊന്നും നല്ല രീതിക്ക് വെയിലടിച്ച് ഉണങ്ങൂല. അപ്പം നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചാണ് ഈ ഒരു ടൈമിലൊക്കെ മുഖം തുടച്ചെടുക്കണം. അപ്പം നിങ്ങൾക്ക് ടവൽ നല്ല സമ്മർ ടൈമിലൊക്കെ നിങ്ങൾ ടവൽ തുടച്ചു, കാരണം നല്ല വെയിലടിച്ച് ടവലൊക്കെ ഇങ്ങനെ കരുവാട് കണക്ക് കിടക്കും. അപ്പോഴത്തേക്ക് സീനില്ല. സോ ഫേസ് ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി ഒരു അണ്ടർ ഐ ക്രീമും ഇടണം, മോയ്സ്ചറൈസറിനും അത്രേ ഉള്ളൂ. എല്ലാം ഞാൻ ലിങ്ക് കൊടുത്തു. പിന്നെ എൻ്റെ മോർണിംഗ് നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്ക് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. കാരണം ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് അണ്ടർ ഐ ക്രീമും ഇട്ടു. അതിന് ശേഷം ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടു. എല്ലാം ഞാൻ എൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതാണ്, പ്രോഡക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. കാരണം ഇതിപ്പോൾ പറയുമ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഒരു ബർത്ത്ഡേ ഗ്ലോ അപ്പ്. കാരണം ബർത്ത്ഡേ നിങ്ങൾ വ്ളോഗ് കാണാൻ മനസ്സിലാവും ബർത്ത്ഡേ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഹെയറിൻ്റെ ആയിരുന്നു നോക്കുകയാണ്. മുമ്പും ഹെയറിൽ ഞാൻ സീറോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോഴും എക്സ്റ്റൻഷൻ ആണെങ്കിൽ പോലും നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് കൊടുക്കുക. അത് ബോട്ടോക്സ് ചെയ്താലും എന്ത് ചെയ്താലും പ്രോപ്പറായിട്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ബയോളജിൻ്റെ സിറാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണം.
പ്രോപ്പറായിട്ടുള്ള കെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഭംഗിയായിട്ട് ലൈക്ക് കിടക്കുകയുള്ളൂ. അത് സ്കിന്നായാലും ഹെയർ ആയാലും എന്തായാലും അത് ഇൻ കേസ് ഡയറ്റിൽ എല്ലാവരും ഒരു കൺസിസ്റ്റൻസിയാണ് സംഭവം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ദിവസം ചെയ്തു എനിക്ക് റിസൾട്ട് കിട്ടില്ല അപ്പോൾ വേണ്ട എന്നല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 to 4 months ഒക്കെ നമ്മൾ ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ഒരു കൂർക്കം വലിയുടെ സൗണ്ട് കേൾക്കാൻ കഴിച്ചത് എൻ്റെ അമ്മ സൈഡിൽ കിടന്ന് കൂർക്കം വലിക്കാൻ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ കഴിച്ച് എന്തായാലും ഞാൻ പറഞ്ഞ് പോകൂ അപ്പുറത്ത് പോയി കിടക്കും ഞാൻ എഡിറ്റ് ആയിട്ട്. നമ്മൾ ഇല്ല ഇവിടെ കിടക്കുന്നുള്ളൂ ഉണ്ടാകും കൂർക്കം വലിക്കാൻ ചെറുതായിട്ട്. ഓക്കെ സോ ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇത്ര പരിപാടിയേ ഉള്ളൂ. കണ്ട അതെന്തായാലും നിങ്ങൾ വലിച്ചെടുത്ത ശ്വാസം. ഓക്കെ ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പറയുക. എനിക്കൊരു സെപ്പറേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഭയങ്കര ഒറിജിനലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ അപ്പം ഞാൻ ഇതൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ ഇത്ര നമ്മുടെ ഹെയറിൽ സിറോ ഒക്കെ അപ്ലൈ ചെയ്ത് ഹെയർ നല്ല സൂപ്പറായിട്ട് കിടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെക്ക് ചെയ്തൊക്കെ ഗൈസ്. അപ്പോൾ ടാറ്റ ബൈ ബൈ.